ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നറിയോ? ഉണക്കച്ചീനിയാണ് കേട്ടോ. അപ്പോൾ ഉണക്കച്ചീനി ഞാൻ എന്തുമായിട്ടാണ് കഴിക്കുന്നത്? നല്ല അടിപൊളി കുടല് കറി ആയിട്ടാണ് ഉണക്കച്ചീനി കഴിക്കുന്നത്. അപ്പോൾ ഉണക്കച്ചീനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിന് 2 hours മുമ്പേ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനിടണേ. അതിനുശേഷം നമുക്ക് തേങ്ങ കുറച്ച് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ തേങ്ങ 2 hours കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ ചെറിയ ജീരകം, അതുപോലെ തന്നെ 2-3 ചെറിയ ഉള്ളി, പിന്നെ 2 ചെറിയ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുക്കറിലിട്ട് നമ്മുടെ ഇത് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കുക്കറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഉണക്കച്ചീനിയാണ് കേട്ടോ. അപ്പം നിങ്ങളൊരു 2 hours 3 hours ഒക്കെ മുന്നേ വെള്ളത്തിലിട്ട് വെക്കണേ. എന്നിട്ട് ഇത് ചതച്ച് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ കുറേ 5, 6, 7, 8 അടി കുക്കറിലിട്ട് അടിച്ച് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ നന്നായിട്ട് കുഴഞ്ഞിട്ടില്ല, കാരണം എനിക്ക് അങ്ങക്ക് ഇങ്ങനെ തിന്നാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കച്ചീനി തിന്നാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായിട്ട് അത് കഴിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ ഉണക്കച്ചീനിയുടെ വീഡിയോ. ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഉണക്കച്ചീനി കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അവിടെ എപ്പോഴും കിട്ടിയില്ലെങ്കിലും നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കച്ചീനി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഞാൻ കുടല് കറി ആയിട്ടാണ് കഴിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.